വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. നടുവുവേദന, കഴുത്തുവേദന, പുറംവേദന, ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. താക്കോൽദാര ശസ്ത്രക്രിയകൾ, സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ, നട്ടെല്ല് രോഗ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം. കൂടുതൽ വിവരങ്ങൾക്ക് 9188401016 മാക്സ് കെയർ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ഭരതനാട്യം അഭ്യസിപ്പിക്കുന്ന രീതിയെ ചൊല്ലി വിവാദം. കലാമണ്ഡലത്തിന്റെ ശൈലിയിലല്ല RLV രാമകൃഷ്ണൻ ഭരതനാട്യം അഭ്യസിപ്പിക്കുന്നതെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയവരും ഒരു വിഭാഗം അധ്യാപകരും പ്രതിഷേധം രേഖപ്പെടുത്തി. RLV രാമകൃഷ്ണൻ നൃത്തം അഭ്യസിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയിലാണെന്നാണ് ഒരു വിഭാഗം കലാകാരന്മാരുടെ വാദം. കലാമണ്ഡലത്തിൽ നൃത്തം അഭ്യസിപ്പിക്കുന്നത് കലാമണ്ഡലത്തിന്റെ തനത് ശൈലിയിലായിരിക്കണമെന്നിരിക്കെ RLV രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വന്തം ശൈലിയിൽ നൃത്തം അഭ്യസിപ്പിക്കുന്നത് ശരിയല്ല, അധ്യാപകർ പറയുന്നു. നമസ്കാരം, ഞാൻ കലാമണ്ഡലം ഷൈജ, കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രാമകൃഷ്ണൻ മാഷ് എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ. ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു ചെറിയ സംശയമാണ്, അത് ശരിയാണോ കിട്ടണമെന്ന് എനിക്കറിയില്ല. ഇതിപ്പം രാമകൃഷ്ണൻ സാർ ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് നമുക്ക് കലാമണ്ഡലം ശൈലി ആയിട്ട് തന്നെയാണ് നമ്മളൊക്കെ ഭരതനാട്യം പഠിച്ചത്. അപ്പോൾ അത് കലാമണ്ഡലത്തിൽ മാത്രമുള്ളൊരു സമ്പ്രദായത്തിലാണ് ഇത്. പക്ഷേ നമ്മളിപ്പോൾ കാണുമ്പോൾ രാമകൃഷ്ണൻ മാഷ് സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നത് കലാമണ്ഡലം ശൈലിയിലല്ല. അത് ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു രീതി, RLV ഒരു കലാക്ഷേത്രം, അങ്ങനെയൊക്കെ ഒരു മിക്സായ ഒരു രീതിയിലാണ് അവർ രണ്ട് മോഹിനിയാട്ടം ക്ലാസ് ആണെങ്കിലും ഭരതനാട്യം ക്ലാസ് ആണെങ്കിലും എടുക്കൽ. നമ്മൾ ഈ ഒരു കലാമണ്ഡലത്തിൻ്റെ ശൈലി നിലനിർത്തണമെങ്കിൽ നമ്മൾ ആ ശൈലിയിൽ തന്നെ ക്ലാസ്സുകൾ കൊണ്ടുപോയാലല്ലേ അതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ ഒരു കലാക്ഷേത്രത്തിൻ്റെ സ്റ്റൈലിലേക്ക് തന്നെ കലാമണ്ഡലവും മാറും, RLVയുടെ ഒരു മോഹിനിയാട്ടം ശൈലിയിലേക്ക് കലാമണ്ഡലം മാറും. അപ്പോൾ കലാമണ്ഡലത്തിന് തനതായ ഒരു ശൈലി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവൂലേ. അപ്പം അതിൽ നമ്മളിപ്പോൾ ആര് തന്നെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അയാൾ കലാമണ്ഡലം ശൈലിയിൽ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു രീതി നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ശരി. ചോദ്യം എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചു മാത്രം. കഴിഞ്ഞ ദിവസം ആദ്യമായി നൃത്തം അഭ്യസിക്കാൻ ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ എത്തിയിരുന്നു. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരനായ മലയാളി പിറവം മാമശ്ശേരി മേച്ചേരി വീട്ടിൽ എൽദോജോയ് ഹണി ദമ്പതികളുടെ മകൻ ഡാനിയലാണ് നൃത്തം പഠിക്കാൻ കലാമണ്ഡലത്തിൽ എത്തിയത്. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നൃത്ത അധ്യാപകനായ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഡാനിയൽ നൃത്തം അഭ്യസിക്കുന്നത്. കലാമണ്ഡലത്തിൽ നൃത്തം അഭ്യസിക്കുന്നത് കലാമണ്ഡലം ശൈലിയിലായിരിക്കണമെന്നിരിക്കെ അതിനെ മറികടന്ന് മറ്റൊരു ശൈലിയിൽ നൃത്തം അഭ്യസിപ്പിക്കുന്നതാണ് വിവാദമായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.